ഇന്ന് നമ്മൾ പഠിക്കുന്ന മോർഫോളജി ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ സെഷൻ ദ സ്റ്റെം ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. എന്താണ് സ്റ്റെമ്മിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, എങ്ങനെയാണ് സ്റ്റെമ്മിനെ റൂട്ടിൽ നിന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്? സ്റ്റെം എന്ന് പറയുന്ന അസെൻഡിങ് പാർട്ട് ഓഫ് ദ ആക്സിസ് ആണ്, അതായത് മുകളിലേക്ക് വളരുന്ന പാർട്ടാണ് സ്റ്റെം എന്ന് പറയുന്നത്. അതായത് സോയിലിന്റെ മേലേക്ക് വളരുന്ന പാർട്ടാണ് സ്റ്റെം എന്ന് പറയുന്നത്. അതിനകത്ത് ബ്രാഞ്ചസ് ഉണ്ടാവും, ലീവ്സ് ഉണ്ടാവും, ഫ്ലവേഴ്സ് ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് കുറച്ചും കൂടെ എന്താണ് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ ഈ സ്റ്റെം എന്ന് പറയുന്ന ഡെവലപ്പ് ചെയ്യുന്ന പ്ലൂമ്യൂളി എന്നാണ്. എംബ്രിയോ ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എംബ്രിയോന്റെ പ്ലൂമ്യൂൾ റീജിയനിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? സ്റ്റെം ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റെമ്മിന്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് സ്റ്റെം ബിയേഴ്സ് നോഡ്സ് ആൻഡ് ഇന്റർനോഡ് എന്നുള്ളത്. അതായത് സ്റ്റെമ്മിൽ നോഡ്സും ഇന്റർനോഡ്സും ഉണ്ടാവും കേട്ടോ. അതായത് ഇപ്പൊ ഇതൊരു സ്റ്റെം ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെമ്മിൽ ലീഫ് അറേഞ്ച് ചെയ്തേക്കുന്നതാ, ഇതൊരു ലീഫ്. അതേപോലെ ലീവ്സ് അറേഞ്ച് ചെയ്തേക്കുന്ന എവിടെ നിന്നാണോ അതാണ് അതിന്റെ നോഡൽ റീജിയൻ എന്ന് പറയുന്നത്. രണ്ട് നോഡൽ റീജിയന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഇന്റർനോഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് നോഡൽ റീജിയന്റെ ഇടയിലുള്ള ഗ്യാപ്പിന് ഇതൊരു ലീഫ്, ഇതൊരു ലീഫ്, ഇതിന് നമ്മൾ നോഡ് എന്ന് പറയും. ഈ ഒരു റീജിയന് നമ്മൾ നോഡ് എന്ന് പറയും. ഈ ഗ്യാപ്പിന് നമ്മൾ എന്ത് പറയും? ഇന്റർനോഡ് എന്നാ പറയാം. രണ്ട് നോഡിന്റെ ഇടയിലുള്ള ഗ്യാപ്പിന് നമ്മൾ ഇന്റർനോഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. അപ്പോ ഈ നോഡ്സും ഇന്റർനോഡ്സും ഒരിക്കലും റൂട്ടിൽ കാണില്ല. അപ്പൊ റൂട്ടും സ്റ്റെമ്മും വേർതിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ നോഡും ഇന്റർനോഡും ഒക്കെ. നമ്മൾ പറഞ്ഞില്ലേ, മേലേക്ക് വളരുന്ന ഭാഗം ചിലപ്പോൾ സ്റ്റെമ്മ് സോയിലിന്റെ അടിയിലും കാണാറുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ നോക്കിയാൽ ജിഞ്ചറിന്റെ അടിയിലേക്ക് നമ്മള് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജിഞ്ചർ ഉണ്ടല്ലോ, ആ ജിഞ്ചർ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്റ്റെമ്മാണ്. അതിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിഞ്ചറിന്റെ ഓരോ പീസിലും അതിന്റെ മറ്റേ നോഡ്സും ഇന്റർനോഡ്സും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷെ പച്ച ഇല ഇല്ലാന്ന് മാത്രം നോഡില് അതിനൊരു തരം ബ്രൗൺ കളർ അല്ലെങ്കിൽ സ്കെയിലി ലീവ്സ് എന്ന് പറയും, ഉണങ്ങിയ പോലെയുള്ള ഇലകളാണ് അതിനകത്തിരിക്കുന്നത്. അപ്പൊ അത് എന്താണ്? സ്റ്റെമ്മാണ്. അപ്പൊ ആ സ്റ്റെമ്മാണ് നമുക്ക് മനസ്സിലാവുന്ന ആ നോഡും ഇന്റർനോഡും കാണുമ്പോഴാണ് കേട്ടോ. അപ്പൊ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ട്. നമ്മൾ മേലേക്ക് വളരുന്ന പോർഷനാണ് സ്റ്റെം എന്ന് പറഞ്ഞാലും അണ്ടർഗ്രൗണ്ട് പോർഷനും സ്റ്റെം ആയിട്ടുണ്ട്. ആ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണെങ്കിൽ അതിന് നോഡ്സും ഇന്റർനോഡ്സും കാണും. ഓക്കെ, ഈ ലീവ്സ് അറൈസ് ചെയ്യുന്ന ആ ഭാഗത്തിന് നോഡ് എന്നും, ഇന്റർനോഡ് എന്ന് പറഞ്ഞാൽ ദ പോർഷൻ ഇൻ ബിറ്റ്വീൻ ദ ടു നോഡ്സിനെയാണ് ഇന്റർനോഡ് എന്ന് പറയുന്നത്. സ്റ്റെമ്മില് ബഡ്സ് ഉണ്ടാവും. അത് ടെർമിനലി അറേഞ്ച് ചെയ്തേക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ആക്സിലറി അറേഞ്ച് ചെയ്തേക്കുന്നതായിരിക്കും. അതായത് ബഡ്സ് ഇവിടെ ഫോം ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ ഫോം ചെയ്യാം. ഇതാണ് ടെർമിനൽ പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എപ്പിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ആക്സിലറി പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആക്സിസിലും അതുപോലെ തന്നെ ടെർമിനൽ പൊസിഷനിൽ നിന്നും സ്റ്റെം ബഡ് അറൈസ് ചെയ്യാം. ഓക്കെ, ഈ സ്റ്റെം ജനറലി ഗ്രീൻ കളറിലാണ് യങ് സ്റ്റേജിൽ ഇരിക്കുന്നത്. പക്ഷെ അത് വലുതാവും തോറും അത് വുഡിയായി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറും. ഓക്കെ, അതിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്രാഞ്ചസിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യുക, ലീവ്സിനെ ബെയർ ചെയ്യുക, ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ബെയർ ചെയ്യുക, അതേപോലെ തന്നെ വാട്ടറിനെയും മിനറൽസിനെയും കണ്ടക്ട് ചെയ്യുക, ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റ്, ഫോട്ടോസിന്തേറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് പ്രോഡക്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് മേജർ ഫംഗ്ഷൻസ് ഓഫ് സ്റ്റെം എന്ന് പറയുന്നത് കേട്ടോ. ചില സ്റ്റെം ഇറ്റ് പെർഫോം സം അതർ ഫംഗ്ഷൻ, സ്റ്റോറേജ് ഓഫ് ഫുഡിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടും ഒക്കെ സ്റ്റെം ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. അത് സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് മോഡിഫിക്കേഷൻസ് ഓഫ് സ്റ്റെം പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം. സി, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് എ സ്റ്റെം ഫ്രം റൂട്ട്? ദ സ്റ്റെം ഈസ് ദ അസെൻഡിംഗ് പാർട്ട് ഓഫ് ദ ആക്സിസ് bearing branches, leaves, flowers and fruits. It developed from the plumule of the embryo of a germinating seed. The stem bears nodes and internodes. The region of the stem where leaves are born are called as nodes, while the internode are the portion between the two nodes. The stem bears buds which may be terminal or axillary. Stem is generally green when young and later often become woody and dark brown. The main function of the stem is spreading out branches bearing leaves, flowers and fruits. It conduct water, minerals and photosynthesis. Photosynthesis is nothing but photosynthetic product. Some stem perform the function of storage of food, support, protection and of vegetative propagation. Okay, ഇനി നമുക്ക് നെക്സ്റ്റ് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം നോക്കാം. ഇനി നമ്മൾ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ പഠിക്കാം. സ്റ്റെം
modification of stem. The stem may not always be typically like what they are expected to be. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നില്ല സ്റ്റെം മോഡിഫൈ ചെയ്തിട്ട് വേറെ പല ഫംഗ്ഷൻസും ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഓഫ് പൊട്ടാറ്റോ, ജിഞ്ചർ, ടർമറിക്, ജാമിൻകാൻ, കൊളക്കേഷ്യ, ദീസ് ഓൾ ആർ മോഡിഫൈഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ ദം. അതായത് പൊട്ടാറ്റോയിലും ജിഞ്ചറിലും ടർമറിക്കിലും ജാമിൻകാൻ, കൊളക്കേഷ്യ ഇതൊക്കെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഇതിനകത്തൊക്കെ ഫുഡ് സ്റ്റോറേജ് ഉണ്ട്. പൊട്ടാറ്റോയില് ദ ഫുഡ് സ്റ്റോർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈഡ് ഫോർ ദ ഫുഡ് സ്റ്റോറേജ് ഇൻ പൊട്ടാറ്റോ, അതിന് നമ്മൾ പറയുന്ന പേര് ട്യൂബർ എന്നാണ് കേട്ടോ. ട്യൂബർ, ദ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇൻ പൊട്ടാറ്റോ ഈസ് കോൾഡ് ആസ് ട്യൂബർ. ആൻഡ് ജിഞ്ചർ ആൻഡ് ടർമറിക്, ജിഞ്ചറും ടർമറിക്കും നമ്മൾ പറയുന്നത് റൈസോം എന്നാണ്. ജിഞ്ചർ, ടർമറിക്, ഇതിൽ നമ്മൾ പറയാ റൈസോം എന്നാണ്. ഓക്കെ, ആൻഡ് വി ക്യാൻ സി ജാമിൻകാന്ത് ആൻഡ് കൊളക്കേഷ്യ. ജാമിൻകാന്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചേന. കൊളക്കേഷ്യ എന്ന് പറയുന്നത് എന്താ? ചേമ്പ്. ജാമിൻകാന്തും കൊളക്കേഷ്യയും വന്നിട്ട് കോം എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ ആണ്. ആ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്ന കോം എന്നാണ്. ഇതെല്ലാം ഫുഡ് സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദേ ഓൾസോ ആക്ട് ആസ് ഓർഗൻസ് ഓഫ് പെരിനേഷൻ. പെരിനേഷൻ എന്ന് പറഞ്ഞാല് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷനിൽ അത് അതിന്റെ ഗ്രോത്ത് സപ്രസ് ചെയ്യുക. അങ്ങനെയൊരു പ്ലാൻ പാർട്ട് സോയിലിൽ ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല. പക്ഷേ ആ അൺഫേവറബിൾ കണ്ടീഷൻ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അത് സപ്രസ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഡോർമൻ സ്റ്റേജിൽ ഇരിക്കുന്നതാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് വെൻ ദ ഫേവറബിൾ കണ്ടീഷൻ കംസ് ഇറ്റ് വിൽ അഗെയിൻ ഗ്രോ. ഓക്കെ, ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അത് പിന്നെയും വളരാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ പെരിനേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ചില പ്ലാന്റ്സിന്റെ സ്റ്റെം ടെൻഡ്രിൽസ് ഉണ്ടാവും. അതായത് ഈ കുക്കുംബർ, പംകിൻ, വാട്ടർമെലൻ ഇതിനകത്തൊക്കെ, അതേപോലെ ഗ്രേപ്പ് വൈൻസിനൊക്കെ നമുക്ക് സ്റ്റെം ടെൻഡ്രിൽസ് കാണാൻ പറ്റും. അതായത് ആക്സിലറി ബഡ്സ് ഉണ്ടല്ലോ, അത് ആക്സിലറി ബഡ്, അതായത് ലീഫിന്റെ ഒക്കെ ആക്സിസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ചില ടെൻഡ്രിലാണ്, ലീഫിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ബഡാണ്. ആ ബഡ് സ്പൈറലി കോയിൽഡ് ഷേപ്പ് ആവുകയും ആ സ്പൈറലി കോയിൽഡ് ഷേപ്പുള്ള ആക്സിലറി ബഡ് പ്ലാന്റിനെ ക്ലൈംബിങ്ങിന് സഹായിക്കുകയും ചെയ്യും. അത് ഗാർഡ്സിലും അതുപോലെ തന്നെ ഗ്രേപ്പ് വൈൻസിലുമാണ് കാണുക. അത് കുക്കുംബർ, പംകിൻ, വാട്ടർമെലൻ, ഗ്രേപ്പ് വൈൻസ്. ഗ്രേപ്പ് വൈൻസ് എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളികളിലൊക്കെയാണ് ഈ പറയുന്ന ടെൻഡ്രിൽസ് കാണുക കേട്ടോ. സ്റ്റെം ടെൻഡ്രിൽസ് ദാറ്റ് ഈസ് ഫോർ ക്ലൈംബിംഗ്. ഓക്കെ, ഇനി ആക്സിലറി ബഡ് ഓഫ് സ്റ്റെം മേ ഓൾസോ ഗെറ്റ് മോഡിഫൈഡ് ഇൻ ടു വുഡി സ്ട്രെയിറ്റ് തോൺസ്. പോയിന്റഡ് തോൺസ് ആയിട്ട് മോഡിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഈ തോൺസ് ആയിട്ട് മോഡിഫൈ ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടാണ്. അത് സാധാരണ സിട്രസിലും ബോഗൺവില്ലയിലും ഒക്കെ കാണാം. സിട്രസിലും ബോഗൺവില്ലയിലും ഒക്കെ, അതായത് നാരകത്തിന്റെ ചെടി, അതേപോലെ ബോഗൺവില്ല എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഒരുതരം ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത്. അതിന്റെ പൂക്കൾ എന്ന് പറയുന്നത് പല കളറിൽ കാണാറുണ്ട്. അതായത് പിങ്ക് ഷെയ്ഡ് ഉണ്ട്, അതേപോലെ റെഡ് ഷെയ്ഡ് ഉണ്ട്, അതേപോലെ വൈറ്റ് ഷെയ്ഡ് ഉണ്ട്, അങ്ങനത്തെ പോലെ അതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. അതിന്റെ ആക്സിസ് ഓഫ് ലീഫിലും നമുക്ക് ഈ പറയുന്ന തോൺസ് കാണാൻ പറ്റും. അത് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ സ്റ്റെം തോൺസ് ആയിട്ട് മോഡിഫൈ ചെയ്യാം. പ്ലാന്റ്സിനെ അതർ ബ്രൗസിംഗ് ആനിമൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ചില പ്ലാന്റ്സ് ഓഫ് ഏരിഡ് റീജിയൻ, അതായത് വളരെ ഡ്രൈ ആയിട്ടുള്ള റീജിയനിൽ അവരുടെ സ്റ്റെം മോഡിഫൈ ചെയ്തിട്ട് ഒരു ഫ്ലാറ്റൻഡ് ലീഫ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാക്കും. അതായത് ഒപ്പൻഷ്യ, അതേപോലെ തന്നെ ഫ്ലഷി സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കും യൂഫോർബിയൽ. അപ്പൊ ഈ ഒപ്പൻഷ്യയിലും യൂഫോർബിയലും സ്റ്റെം മോഡിഫൈ ചെയ്തത് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടാണ്. എന്താന്ന് വെച്ചാല് ഒപ്പൻഷ്യയിലും യൂഫോർബിയയിലും അതിന്റെ സ്റ്റെം ഒന്നില് പരന്നാണ് ഇരിക്കുന്നത്. അതായത് ഒപ്പൻഷ്യയിലൊക്കെ അതിന്റെ സ്റ്റെം ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും. ഒപ്പൻഷ്യയില് നമുക്ക് അതിന്റെ സ്റ്റെം വന്നിട്ട് ഇങ്ങനെയായിരിക്കും ഇരിക്കാം. വേണ്ട, ഇങ്ങനെ കള്ളിമുൾച്ചെടി എന്ന് പറയുന്ന ചെടി ഉണ്ടല്ലോ, അതാണ് ഒപ്പൻഷ്യ എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് ലീഫ് ഇങ്ങനെ സ്പൈൻ പോലെ ആയിരിക്കും അതിന്റെ ലീഫ് ഇരിക്കുന്നത്. ഇതാണ് അതിന്റെ ലീഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലീഫിലാണ് ഫോട്ടോസിന്തസിസ് ചെയ്യേണ്ടത്. ലീഫിലാണ് ട്രാൻസ്പിരേഷൻ അപ്പാരറ്റസ് ഒക്കെ ഉള്ളത്. അപ്പൊ ട്രാൻസ്പിരേഷൻ ലോസ് ഉണ്ടാവും ലീഫ് ഫോട്ടോസിന്തസിസ് ചെയ്താൽ. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സ്റ്റൊമേറ്റോ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ അപ്പാരറ്റസ് ഇല്ലാത്ത അതിന്റെ സ്റ്റെം ഫ്ലാറ്റൻഡ് ആയിട്ട് മാറിയിട്ട് അവിടെ ഫോട്ടോസിന്തസിസ് ചെയ്യുക, അല്ലെങ്കിൽ അത് സിലിണ്ട്രിക്കൽ ആയിട്ട് മാറിയിട്ട് അവിടെ ഫോട്ടോസിന്തസിസ് ചെയ്യും. അങ്ങനത്തെ മോഡിഫിക്കേഷൻ, അങ്ങനത്തെ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫില്ലോക്ലാഡ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഫില്ലോക്ലാഡ്. അതേപോലെ തന്നെ അസ്പരാഗസിലും ഉണ്ട്. അസ്പരാഗസിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന്റെ സ്റ്റെം ആണെങ്കിൽ ഇതിന്റെ നോഡൽ റീജിയനിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് ഇങ്ങനെ റൈസ് ചെയ്തിട്ടുണ്ടാവും. ഇത് സ്റ്റെം ബ്രാഞ്ചാ. പിന്നെ അതിന്റെ ശരിക്കും ഈ അടിഭാഗത്തായിട്ട് 2 സ്കെയിലി ലീവ്സ് ഉണ്ടാവും. ഇത് അതിന്റെ ലീഫാണ്. ഇത് ലിമിറ്റഡ് ഗ്രോത്ത് ഓഫ്
സ്റ്റെം ആണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഫില്ലോക്ലാഡ് കണ്ടപ്പോൾ ഫില്ലോക്ലാഡിന്റെ ഈ സ്റ്റെം എത്ര എണ്ണം വേണമെങ്കിലും നീളാം. പക്ഷെ ഇവിടെ ഒരൊറ്റ നോഡൽ റീജിയനെ കാണുള്ളൂ, അല്ലെങ്കിൽ 2 നോഡൽ റീജിയൻ, അതിൽ കൂടുതൽ ഈ സ്റ്റെം നീളൂല. അതുകൊണ്ടാണ് ലിമിറ്റഡ് ഗ്രോത്ത് ഓഫ് സ്റ്റെം എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേര് ക്ലാഡോഡ് എന്നാണ് കേട്ടോ. ക്ലാഡോഡും ഒരു സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ ഫില്ലോക്ലാഡ് ഒരു സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ്, അതേപോലെ തന്നെ ക്ലാഡോഡും സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷനാണ്. ഫില്ലോക്ലാഡ് കാണുന്ന ഓപ്പൻഷ്യയിലും അതുപോലെ തന്നെ യൂഫോർബിയയിലും ഒക്കെയാണ്. അതിനകത്ത് ക്ലോറോഫിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിയും. ക്ലാഡോഡ് കാണുന്ന സാധാരണ ഈ അസ്പെരാഗസ് പോലത്തെ പ്ലാന്റിലാണ്. അസ്പെരാഗസിന്റെ ഗ്രീൻ കളറിലുള്ള പോർഷൻ, ഗ്രീൻ കളറിലുള്ള ലീഫ് എന്ന് പറയുന്നത് ലീഫല്ല, സ്റ്റെമ്മ് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ്. അവിടെയാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്. ആ സ്റ്റെമ്മ് മോഡിഫൈ ചെയ്തേക്കുന്നതിനെ നമ്മൾ ക്ലാഡോഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടോ ഈ ജിഞ്ചർ കണ്ടോ, ജിഞ്ചറിന്റെ അതിന്റെ നോഡൽ റീജിയൻ ആണ് ഈ കാണുന്നത്. ഇതിന്റെ നോഡാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ കാണുന്ന ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് അതിന്റെ ഇന്റർനോഡൽ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ചില പ്ലാന്റ്സിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഓഫ് സം പ്ലാന്റ്സ് സച്ച് ആസ് ഗ്രാസ് ആൻഡ് സ്ട്രോബെറി, അത് ന്യൂ നിഷസിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വെൻ ഓൾഡർ പ്ലാന്റ്സ് ഡൈ, പുതിയ പ്ലാന്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് റണ്ണറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഗ്രാസ് ഒക്കെ വളരുന്ന നമുക്കറിയാം ഇതേപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വളരും അല്ലേ. അതുപോലെ തന്നെയാണ് സ്ട്രോബെറി. അപ്പൊ ഇവിടെയൊക്കെ ഇതപ്പോൾ ഒരു ലീഫ് ഉണ്ടായിരിക്കട്ടെ, ഇവിടെ ഇങ്ങനെ ലീഫ് ഉണ്ട്. ഈ ലീഫ് ഉള്ളിടത്ത് എന്തുണ്ടാവും? വേരുകൾ ഉണ്ടാവും. അതേപോലെ ഇവിടെ കുറെ ലീഫ് ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെ വേരുകൾ ഉണ്ടാവും. അതേപോലെ കുറെ ലീഫ് ഇത് അവിടെ ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് വീണ്ടും വേരുകൾ ഉണ്ടാവും. ഓരോ നോഡിൽ നിന്നും വേരുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഭാഗം അങ്ങോട്ട് മുറിഞ്ഞു പോയി, ഇത് സെപ്പറേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഇങ്ങോട്ടും വളരും, അതേപോലെ ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്കും വളരും. അപ്പൊ നോക്കിക്കേ, ഇത് 2 പ്ലാന്റ് ആയി പോയില്ലേ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇങ്ങനത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് അല്ലെങ്കിൽ സ്റ്റെം മോഡിഫിക്കേഷൻ, ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയാൻ പറ്റില്ല, ഇത് സബ്ബേരിയൽ സ്റ്റെം ആണ്. പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻസൈഡ് ദ സോയിലാണ്, പകുതിയാണ് സോയിലിന്റെ അടിയിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തേന് നമ്മൾ റണ്ണർ ടൈപ്പ് ഓഫ് സ്റ്റെം മോഡിഫിക്കേഷൻ എന്നാണ് പറയാം. അത് സാധാരണയായിട്ട് കാണുന്നത് ഗ്രാസിലും സ്ട്രോബെറിയിലും ഒക്കെയാണ് റണ്ണർ ടൈപ്പ് ഓഫ് സ്റ്റെം മോഡിഫിക്കേഷൻ കാണുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഇഫ് യു സീ മിന്റ് ആൻഡ് ജാസ്മിൻ. മിന്റിലും ജാസ്മിനിലും എങ്ങനെയായിരിക്കും അതിന്റെ ഗ്രോത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സീ ഹിയർ ഇഫ് ദിസ് ഈസ് എ പ്ലാന്റ്, 1 മിനിറ്റ്, ഇതിന്റെ റൂട്ടാണ്. ഇതിങ്ങനെ വളരെ ഇതിന് കുറച്ച് ലീവ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പ്ലാന്റ് കുറച്ച് വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ദാറ്റ് വിൽ മേക്ക് ആൻ ആർക്ക് ലൈക്ക് സ്ട്രക്ചർ. എഗെയിൻ ഇറ്റ് വിൽ ടച്ച് ദ ഗ്രൗണ്ട്, എഗെയിൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗ്രോയിങ്. അപ്പൊ ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ വീണ്ടും എന്തുണ്ടാക്കും? വേരുകൾ ഉണ്ടാക്കും. ദെൻ എഗെയിൻ ഇറ്റ് വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ദ ലീവ്സ് ആൻഡ് ഇറ്റ് വിൽ ഗ്രോ അപ്വേർഡ് ഡയറക്ഷൻ. എഗെയിൻ ഇറ്റ് വിൽ മേക്ക് ആൻ ആർക്ക് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ടച്ച് ദ ഗ്രൗണ്ട് ആൻഡ് എഗെയിൻ ഗ്രോ അപ്വേർഡ്. സോ ഹിയർ എഗെയിൻ ദേ വിൽ പ്രൊഡ്യൂസ് ദ റൂട്ട്. കണ്ടോ, ഈ പറയുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? സ്റ്റോളൻ എന്നാണ് പറയാ. അപ്പൊ സ്റ്റോളൻ ഈസ് എ ടൈപ്പ് ഓഫ് underground stem modification which is seen in the mint and jasmine. മിന്റിലും ജാസ്മിനിലും ഒക്കെ കാണുന്നതാണ് സ്റ്റോളൻ ടൈപ്പ് ഓഫ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ കേട്ടോ. അതേപോലെ തന്നെ നെക്സ്റ്റ് ടൈപ്പ് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് a lateral branch with a short internode and each node bearing a rosette of leaves and tuft of roots is found in aquatic plants like Pistia and Eichhornia. അതായത് ഇവർ വളരുന്നത് അങ്ങനെ ക്രീപ്പിംഗ് ആയിട്ടായിരിക്കും. അക്വാറ്റിക് ഹാബിറ്റാറ്റിൽ കാണുന്ന ഓർഗാനിസംസ് ആണ്. ഇവർക്ക് ഷോർട്ട് ഇന്റർനോഡ് ആയിരിക്കും. ഇതിപ്പോ ഒരു നോഡാണെങ്കിൽ ഇതിപ്പോ ഒരു നോഡായിരിക്കും, ഇതൊരു നോഡായിരിക്കും, ഇത് നോഡായിരിക്കും. ഇത്രയും ലെങ്ത് ഒന്നും കാണില്ല 2 നോഡ്സിന്റെ ഇടയിൽ. അപ്പൊ അവിടെ കുറച്ച് റൂട്ട്സ് ഉണ്ടാക്കും, അവിടെ കുറച്ച് ലീവ്സ് ഉണ്ടാവും. റോസെറ്റ് ഓഫ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ഓഫ് ലീവ്സ് എന്നാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് സ്ട്രക്ചർ ഉണ്ടാക്കും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. സോ ദിസ് ഈസ് കോൾഡ് ആസ്. ഇവിടുന്ന് മുറിഞ്ഞു പോയാൽ അതൊരു പുതിയ പ്ലാന്റ് ആവും, ഇവിടുന്ന് മുറിഞ്ഞു പോയാൽ അത് പുതിയൊരു പ്ലാന്റ് ആവും. ഈ തരത്തിലുള്ള സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഓഫ്സെറ്റ്. ഈ ഓഫ്സെറ്റ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നറിയോ? ദിസ് വിൽ ഹെൽപ്പ് ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പൊ റണ്ണറും സ്റ്റോളനും ഓഫ്സെറ്റും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഓഫ്സെറ്റ് കാണുന്നത് പിസ്റ്റിയ, എയ്കോർണിയ ഇങ്ങനത്തെ പ്ലാന്റ്സിലാണ്. വാട്ടർ ഹയാസിന്ത്, എയ്കോർണിയ. ഓക്കെ, വാട്ടർ ഹയാസിന്തിനാണ് എയ്കോർണിയ എന്ന് പറയുന്നത്
കേട്ടോ, ഏക്കോർണിയ. നമ്മൾ ഈ ഒരു ബ്ലൂ കളറിലുള്ള പായൽ പോലത്തെ ഒരു തരം ചെടി നമ്മൾ കാണാറില്ലേ, ഈ മറൈൻ ഡ്രൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് അതുപോലത്തെ ചെടി കേട്ടോ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓഫ്സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബനാന, പൈനാപ്പിൾ, ക്രൈസാന്തിമം ഇവരുടെയൊക്കെ ലാറ്ററൽ ബ്രാഞ്ചസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ബേസൽ റീജിയൻ അണ്ടർഗ്രൗണ്ട് പോർഷൻ ഓഫ് ദ മെയിൻ സ്റ്റെമ്മിൽ നിന്നാണ്. അത് കുറച്ച് ഹൊറിസോണ്ടലി ഗ്രോ ചെയ്തിട്ട് ദെൻ ഒബ്ലിക്വലി ഇറ്റ് വിൽ കം അപ്വേർഡ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ ലീഫി ഷൂട്ട്. ഞാൻ കാണിച്ചു തരാം. സി ഹിയർ, ബനാനയുടെ ഒക്കെ കേസിലാണെങ്കിൽ ഇതാണ് നമ്മുടെ വാഴക്കന്ന് എന്ന് പറയുന്ന സാധനം അല്ലേ, അതായത് അതിന്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം തന്നെയാണിത്. ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നമുക്ക് നോട്ട്സും ഇന്റർനോട്ട്സും ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇത് ബഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബഡ് എന്ത് ചെയ്യുന്നറിയോ, ഇത് ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്ത് വളരും. ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്ത് വളർന്ന് ഹൊറിസോണ്ടലി വളർന്നിട്ട് ഒബ്ലിക്വലി ഇറ്റ് വിൽ കം അപ്വേർഡ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഇപ്പൊ ബനാന പ്ലാന്റ് ഇതാ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ മദർ പ്ലാന്റ് ഇവിടെയാണ് നിൽക്കണമെങ്കിൽ ഡോട്ടർ പ്ലാന്റ് കുറച്ച് മാറിയായിരിക്കും നിൽക്കുന്നത്. അതേപോലെ തന്നെ ക്രൈസാന്തിമത്തിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ജമന്തിക്കാണ് ക്രൈസാന്തിമം എന്ന് പറയുന്നത്. അതിലും ഈ ഒരു ക്യാരക്ടർ ആയിരിക്കും കാണുക. അതേപോലെ നമ്മള് എന്താണ് പൈനാപ്പിളിനും ദാ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് കാണുക. ഈ തരത്തിലുള്ള മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് സക്കർ. ഓക്കെ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സക്കർ. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പൊ കുറെ തരത്തിലുള്ള സ്റ്റെം മോഡിഫിക്കേഷൻ നമ്മൾ കണ്ടു. നമുക്ക് ഒന്നും കൂടി നോക്കാം. See here, modifications of the stem. Stem, it may not be always typically like what we are expected. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആവണമെന്നില്ല. സ്റ്റെം വന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, ബഡും അതുപോലെ തന്നെ ലീവ്സും ബ്രാഞ്ചസും ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ബെയർ ചെയ്യുന്ന പാർട്ട്, അതായത് സോയിലിൽ നിന്ന് മേലേക്ക് വരുന്ന പാർട്ടിനെ നമ്മൾ സ്റ്റെം എന്ന് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുക അല്ലെ. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. സ്റ്റെം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യാം. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ടാവാം. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ, ജിഞ്ചർ. ഇത് രണ്ടും, പൊട്ടറ്റോ എന്ന് പറയുന്ന ട്യൂബറും ജിഞ്ചർ ടർമറിക് ഇത് രണ്ടും റൈസോമുമാണ്. ജാമിൻകാന്ത് കൊളോക്കേഷ്യ ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. അതിന് കോം എന്നാണ് പറയാ. ഇതെല്ലാം മോഡിഫൈ ചെയ്തേക്കുന്ന ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ഈ എല്ലാ ഓർഗൻസിനും അല്ലെങ്കിൽ ഈ എല്ലാ റൈസോം, ട്യൂബർ, അതേപോലെ കോം ഇതിനൊക്കെ പെരിനേഷൻ കപ്പാസിറ്റി ഉണ്ട്. അതായത് അൺഫേവറബിൾ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാനും, അതായത് ഡോർമൻ സ്റ്റേജിൽ സർവൈവ് ചെയ്യാനും, ഫേവറബിൾ കണ്ടീഷൻ എത്തുമ്പോൾ വീണ്ടും അത് മുളച്ചു വരാനും ഉള്ള കപ്പാസിറ്റി ഈ എല്ലാ സ്റ്റെം മോഡിഫിക്കേഷനും ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെം മോഡിഫിക്കേഷൻ സ്റ്റെം ടെൻഡ്രിലാണ്. അത് ആക്സിലറി ബഡ് ഡെവലപ്പായി വരുന്നതാണ്. അതായത് ആക്സിലറി ബഡ് മോഡിഫൈ ചെയ്ത് വരുന്നതാണ്. ലീഫിന്റെ ആക്സിസിൽ ഉണ്ടാകുന്ന ചില ബഡ്സ് നീളത്തില് ടെൻഡ്രില് പോലെ വളർന്നിട്ട് സ്പൈറലി കോയിൽഡ് ആയിട്ട് പ്ലാന്റ്സിനെ വേറെ സപ്പോർട്ടുമേ ക്ലൈംബ് ചെയ്യാൻ സഹായിക്കും. ഗോഡ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. കുക്കുംബർ, പംകിൻ, വാട്ടർമെലൻ, അതേപോലെ ഗ്രേപ്പ് വൈൻ ഒക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ ആക്സിലറി bud of the stem may also get modified into woody, straight and pointed thorns. Thorns ആയിട്ട് മോഡിഫൈ ചെയ്യുന്നത്, മുള്ളുകളായിട്ട് മോഡിഫൈ ചെയ്യുന്നത് സിട്രസ് പ്ലാന്റിലെ, ബോഗൺവില്ലയിലൊക്കെയാണ്. അത് വേറെ ബ്രൗസിങ് ആനിമൽസ് ഇവരെ തിന്ന് ജീവിക്കുന്ന ഓർഗാനിസം അവരെ അതിൽ വന്ന് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇത്. അതേപോലെ ഏരിഡ് റീജിയനിൽ വളരുന്ന പ്ലാന്റ്സ്, അതായത് വളരെ ഡ്രൈ കണ്ടീഷനിൽ വളരുന്ന പ്ലാന്റ്സ് ട്രാൻസ്പിരേഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടി ഫോട്ടോസിന്തസിസ് അവരുടെ സ്റ്റെം റീജിയനിൽ ചെയ്യാൻ വേണ്ടി സ്റ്റെം ലീഫ് പോലെ ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒപ്പൻഷ്യയിലും അതുപോലെ യൂഫോർബിയയിലും ഒക്കെ അങ്ങനത്തെ ആ ഒരു സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ഫില്ലോക്ലാഡ്. ഫില്ലോക്ലാഡിനകത്ത് നമുക്ക് ഒരുപാട് നോഡൽ റീജിയൻ കാണാം, അല്ലെങ്കിൽ ഇന്റർനോഡ്സ് ഒരുപാട് കാണാൻ പറ്റും. ഒരുപാട് നോഡൽ റീജിയൻ അല്ലെങ്കിൽ ഒരുപാട് എക്സ്റ്റൻഷൻ കാണാം സ്റ്റെമ്മിന്റെ, മോഡിഫൈഡ് സ്റ്റെമ്മിന്റെ. അതിന് നമ്മൾ ഫില്ലോക്ലാഡ് എന്ന് പറയും. അതേപോലെ തന്നെ അസ്പരാഗസിന്റെ കേസിലാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. അവർക്കും വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലീഫ് സ്കെയിലി ലീഫായി, ആക്ച്വൽ ലീഫ് സ്കെയിലി ലീവ്സ് ആയിട്ട് സ്റ്റെം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഒരു സിംഗിൾ ഇന്റർനോഡോ അല്ലെങ്കിൽ ഡബിൾ ഇന്റർനോഡോ ലെങ്ത് ഉള്ള സ്റ്റെം ആയിട്ട് മാറി. അതിനെ ക്ലാഡോഡ് എന്ന പേരിൽ അറിയപ്പെടും. അവിടെ ട്രാൻസ്പിരേഷൻ റേറ്റ് കുറച്ച് അവിടെ ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ അസ്പരാഗസ് പോലത്തെ പ്ലാന്റ്സ് അറ്റൈൻ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഓഫ് സം പ്ലാന്റ്സ് സച്ച് ഗ്രാസ്, സ്ട്രോബെറി ഇതിന്റെ അകത്തൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് അവിടെ പറഞ്ഞേക്കുന്നത്, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഓഫ് ചില പ്ലാന്റ്സ്, ഗ്രാസിന്റെ, സ്ട്രോബെറിയുടെ ഒക്കെ പുതിയ നിഷസിലേക്ക് അല്ലെങ്കിൽ ഫങ്ഷണൽ ഹാബിറ്റാറ്റിലേക്ക് അവർക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ഉണ്ട്. അതിന് നമ്മൾ റണ്ണർ എന്ന് പറയും. അതായത് ഓരോ നോഡൽ റീജിയനിൽ നിന്നും വേരും അതുപോലെ തന്നെ ലീവ്സും ഇറങ്ങുന്നത് കൊണ്ട് അതിന്റെ
അതിന്റെ ഓരോ ഇന്റർനോഡിൽ വെച്ച് കട്ടായി പോയാലും ആ പ്ലാന്റ് പുതിയൊരു പ്ലാന്റ് ആയിട്ട് വളരുന്നതുകൊണ്ട് അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ മിന്റിലും ജാസ്മിനിലും ഒക്കെ ആണെങ്കിൽ അവര് നേരെ വളർന്നതിന് ശേഷം ഒരു പർട്ടിക്കുലർ ഗ്രോത്ത് എത്തിക്കഴിയുമ്പോൾ അത് ഒരു ആർക്ക് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അത് താഴേക്ക് വന്ന് വെയർ ഇറ്റ് ഈസ് ടച്ചിങ് ദ സോയിൽ അവർ റൂട്ട്സ് ഉണ്ടാക്കും. എവിടെയാണോ അത് സോയിലിൽ ടച്ച് ചെയ്യുന്ന അവിടെ റൂട്ട് ഉണ്ടാക്കും. എഗെയിൻ ദേ വിൽ ഗ്രോ അപ്വേർഡ് ഡയറക്ഷൻ. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് പോകും. എങ്ങാനും എന്താ ഈ പ്ലാന്റ് ഇവിടെ മുറിഞ്ഞു പോവോ അല്ലെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് പ്ലാന്റ് ആയിട്ട് വളരും, ഇത് സെപ്പറേറ്റ് പ്ലാന്റ് ആയിട്ട് വളരും. അതുകൊണ്ട് തന്നെ അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിന് പറയുന്ന പേരാണ് സ്റ്റോളൻ എന്ന്. ഓക്കെ, അതേപോലെ തന്നെ ലാറ്ററൽ ബ്രാഞ്ച് വിത്ത് ഷോർട്ട് ഇന്റർനോഡ്, വളരെ ചെറിയ ഇന്റർനോഡ് ഉള്ള ലാറ്ററൽ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ്, അത് ഓരോ നോഡൽ റീജിയനിലും റൊസറ്റ് ഓഫ് ലീവ്സ് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഓഫ് ലീവ്സും ക്ലസ്റ്റർ ഓഫ് റൂട്ടും ഉള്ള അക്വാറ്റിക് പ്ലാന്റ്സ്, പിസ്റ്റിയലും എക്കോർണിയലും. ഇത് ഈ പറയുന്ന ഒരു അഡ്വാൻസ്മെന്റ് അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ഇന്റർനോഡിലും അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പുതിയ പ്ലാന്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ തരത്തിലുള്ള മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്നത് ഓഫ്സെറ്റ് എന്നാണ്. പിസ്റ്റിയ, എക്കോർണിയം അതിന് എക്സാമ്പിൾ ആണ്. ബനാനയിലും പൈനാപ്പിളിലും ക്രൈസാന്തിമത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് ഒരു ലാറ്ററൽ ബഡ് ഉണ്ടായി അത് ഹൊറിസോണ്ടലി കുറച്ച് വളരും. ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ കുറച്ച് വളരും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ കം ഒബ്ലിക്കലി അപ്വേർഡ് ഡയറക്ഷൻ. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പൊ ഇതിന്റെ മദർ പ്ലാന്റ് സെന്ററിലും അതിന്റെ ഡോട്ടർ പ്ലാന്റ്സ് കുറച്ച് അകന്നുമായിരിക്കും കാണുന്നത്. ആ തരത്തിലുള്ള മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് സക്കർ. ഓക്കെ, അപ്പൊ സക്കർ ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ക്രൈസാന്തിമം, ബനാന, പൈനാപ്പിൾ. ഇതിനകത്തൊക്കെ നമുക്ക് സക്കറിന്റെ മോഡിഫിക്കേഷൻ കാണാം. അതേപോലെ തന്നെ ഈ ബനാനയ്ക്ക് റൈസോമിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും ഉണ്ട് കേട്ടോ. റൈസോമിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റെം മോഡിഫിക്കേഷൻ. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ രണ്ടാമത് ഒന്നും കൂടെ പറഞ്ഞതാണ്, എനിക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം. ദ സ്റ്റെം മേ നോട്ട് ഓൾവേസ് ബി ടിപ്പിക്കലി ലൈക്ക് വാട്ട് ദേ ആർ എക്സ്പെക്ടഡ് ടു ബി. They are modified to perform different functions. Underground stem of potato, ginger, turmeric, jamincan, colocasia are modified to store food in them. They also act as organs of perennation to tide over the conditions unfavorable for growth. Stem tendrils which develop from axillary bud are slender and spirally coiled and help plants to climb, such as in gourds like cucumber, pumpkin, watermelon and grapevines. Axillary buds of stems may also get modified into woody, straight and pointed thorns. Thorns are found in many plants such as citrus, bougainvillea. They protect plants from browsing animals. Some plants of arid region modify their stem into flattened opuntia or fleshy cylindrical euphorbia structures. They contain chlorophyll and carry out photosynthesis. Underground stem of some plants such as grass and strawberry etc. spread to new niches, and when older parts die, new plants are formed. In plants like mint and jasmine, a slender lateral branches arises from the base of the main axis and after growing aerially for some time arc downward to touch the ground. A lateral branch with a short internodes and each node bearing a rosette of leaves and tuft of root is found in aquatic plants like Pistia and Acornia. In banana, pineapple and chrysanthemum, the lateral branches originate from the basal and underground portion of the main stem, grow horizontally beneath the soil and then come out obliquely upward, giving rise to leafy shoots. Okay, അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റെമ്മിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാനുള്ള ലീഫാണ് കേട്ടോ.